നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്. AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തി പ്രമേയം പാസാക്കി നിയമസഭാ കക്ഷിയോഗം. ഞായറാഴ്ചയോടെ മുഖ്യമന്ത്രി പ്രഖ്യാപനമുണ്ടാകുമെന്ന് സൂചന. MLA-മാരുടെ അഭിപ്രായം തേടി നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഘടകകക്ഷി നേതാക്കളെയും കണ്ടു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിടിമുറുക്കി KCയും മാർസിയും VDയും. ഭൂരിഭാഗം MLA-മാരുടെ പിന്തുണയുണ്ടെന്ന അവകാശവാദവുമായി KC വേണുഗോപാൽ. MLA-മാരുടെ എണ്ണമെന്ന സാങ്കേതിക മാനദണ്ഡം മാത്രം നോക്കരുതെന്ന് VD സതീശൻ. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ബെന്നി ബെഹനാനെ പരിഗണിച്ച് A ഗ്രൂപ്പിന്റെ പിന്തുണ ഉറപ്പിച്ച് KC. VDയെ പിന്തുണച്ച് പലയിടത്തും പ്രകടനം. ചർച്ച തെരുവിലേക്ക് നീങ്ങുന്നതിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ അഭിപ്രായം പറഞ്ഞ മുസ്ലിം ലീഗിനെ വിമർശിച്ച് മാത്യു കുഴൽനാടൻ. ലക്ഷ്മണരേഖ കടക്കരുതെന്ന് മുന്നറിയിപ്പ്. ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ലെന്നും വിമർശനം. മാത്യു കുഴൽനാടനെതിരെ ഇരിക്കൂറിൽ യൂത്ത് ലീഗിന്റെ ഫ്ലെക്സ് ബോർഡ്. കുഴൽനാടന്റെ കുഴലൂത്ത് ലീഗിനെതിരെ വേണ്ടെന്നും പട നയിച്ചവർ ഭരിക്കട്ടെ എന്നും പോസ്റ്റർ. തിരഞ്ഞെടുപ്പ് തോൽവി അപ്രതീക്ഷിതമെന്നും സൂക്ഷ്മമായി പരിശോധിക്കുമെന്ന പ്രസ്താവനയുമായി പിണറായി വിജയൻ. ജനങ്ങളെ നേരിട്ട് കേൾക്കും, ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കും. പ്രതിപക്ഷ നേതാവിനെ CPM തീരുമാനിക്കുമെന്നും പിണറായി വിജയൻ. BJP 3 ജയിച്ചത് ഗൗരവതരമെന്നും വിലയിരുത്തൽ. അസാധാരണ തോൽവിയിൽ അസാധാരണ വിലയിരുത്തലുണ്ടാകുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തമിഴ്നാട്ടിൽ വിജയ്ക്ക് വീണ്ടും പ്രതിസന്ധി. ഔദ്യോഗിക അറിയിപ്പുമായി ലോക് ഭവൻ. വിജയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലെന്ന് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി വിജയ്. ഭൂരിപക്ഷമുണ്ടെന്ന അവകാശവാദം. TVK സർക്കാർ രൂപീകരിക്കട്ടെയെന്നും 6 മാസം കാത്തിരിക്കുമെന്നും MK സ്റ്റാലിൻ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നിർണായക യോഗങ്ങൾ KPCC ആസ്ഥാനത്ത് തുടരുന്നു. നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും നിയുക്ത MLA-മാരുടെയും MP-മാരുടെയും അഭിപ്രായം തേടിയിട്ടുണ്ട്. മുസ്ലിം ലീഗുമായും ചർച്ച നടത്തി. VD സതീശനെ ഉയർത്തിക്കാട്ടാനാണ് ലീഗിന്റെ തീരുമാനം. അതേസമയം MLA-മാരുടെ പിന്തുണ തനിക്കാണെന്ന് KC വാദിക്കുകയാണ്. രമേശ് ചെന്നിത്തലയും വാദമുയർത്തുന്നുണ്ട്. അതിനിടെ ബെന്നി ബെഹനാനെ KPCC അധ്യക്ഷനായി തെരഞ്ഞെടുക്കാൻ നീക്കം നടക്കുന്നു. ബെന്നി ബെഹനാനിലൂടെ A ഗ്രൂപ്പിന്റെ പിന്തുണ ഉറപ്പിക്കാനാണ് KCയുടെ നീക്കം. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ AICC അധ്യക്ഷൻ തീരുമാനിക്കുമെന്ന് നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും പ്രതികരിച്ചു. നിയുക്ത MLA-മാരുടെ അഭിപ്രായം തേടിയിട്ടുണ്ട്. ഘടകകക്ഷി നേതാക്കളുടെയും മുതിർന്ന നേതാക്കളുടെയും അഭിപ്രായം തേടിയ ശേഷം ഹൈക്കമാൻഡിന് റിപ്പോർട്ട് അയക്കുമെന്നും AICC നിരീക്ഷകർ വ്യക്തമാക്കി. We had a legislative party meeting and one-line resolution was passed authorizing the Congress leadership, Congress president to take a decision on behalf of the Congress MLAs. Then the leadership wanted us to discuss one-on-one with all the MLAs, which we have discussed. And in the evening we are leaving for Delhi. We'll submit our report and then we are hopeful that decision will be taken. We were here to meet all our colleagues. We were here to meet our party MLAs. The meeting went on very well. The first item which the Congress legislators decided was to unanimously pass a resolution which was moved by the KPCC president and seconded by the കോൺഗ്രസിന്റെ പുതിയ നിയമസഭാ കക്ഷി യോഗം KPCC ഓഫീസിൽ ചേർന്നു. MLA-മാരായി തിരഞ്ഞെടുക്കപ്പെട്ട 63 പേരും പങ്കെടുത്തു. AICC നിയോഗിച്ച 2 ഒബ്സർവർമാരും AICCയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും ഒബ്സർവർമാരെ അജയ് മക്കനും അതുപോലെ തന്നെ മുകുൾ വാസ്നിക്കും യോഗത്തിൽ സംബന്ധിച്ചു. ആ യോഗം ഐക്യകണ്ഠേന കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡറെ നിശ്ചയിക്കാൻ AICC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം പാസാക്കി. ആ പ്രമേയം KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അവതരിപ്പിച്ചു. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ പ്രമേയത്തെ പിന്താങ്ങി. ഐക്യകണ്ഠേന ആ പ്രമേയം പാസായി. അത് AICCക്ക് നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്ന് AICCയുടെ 2 ഒബ്സർവർമാരും ജനറൽ സെക്രട്ടറിയും എല്ലാ MLA-മാരെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. അവർ ഇന്ന് വൈകുന്നേരം ഡൽഹിയിലേക്ക് മടങ്ങിപ്പോയി നാളെ ഹൈക്കമാൻഡിന് വിവരങ്ങൾ നൽകുന്നതും ഹൈക്കമാൻഡ് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ അറിയിക്കുന്നതാണ്.
ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ ശ്രീ അജയ് മാക്കനും ശ്രീ മുകുൾ വാസ്നിക്കും അവരുടെ റിപ്പോർട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിന് സമർപ്പിക്കും. അതിനുശേഷം കേരളത്തിലെ നേതാക്കന്മാരുമായിട്ടുള്ള ചർച്ചകൾക്കൊടുവിൽ CLP ലീഡറെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അധികം വൈകാതെ തന്നെ കൈക്കൊള്ളും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് എല്ലാവരും സ്വീകാര്യമായ, എല്ലാവരും ഉൾക്കൊള്ളുന്ന, കാരണം ജനങ്ങൾ നൽകിയ വലിയ ഒരു വിജയമുണ്ട്. ആ വിജയത്തെ മാനിച്ച് അതിനനുസരിച്ചുള്ള ഉചിതമായ, എല്ലാവരെയും ചോദിച്ചതുപോലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങളെ സ്വീകരിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാകും. നടക്കാതിരിക്കാൻ കഴിയില്ല. ഇതെല്ലാ കാലത്തും ഉള്ളൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് പൂർത്തിയായാൽ തീരുമാനം ഉണ്ടാകും. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം തുടരുന്നതിനിടെ സംസ്ഥാനത്ത് ഇന്നും വിവിധയിടങ്ങളിൽ നേതാക്കൾക്കായി ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. VD സതീശനെയും KC വേണുഗോപാലിനെയും അനുകൂലിച്ചാണ് ഇന്ന് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ വ്യക്തത വരാതെ നേതാക്കൾക്കിടയിൽ വലിയ തർക്കങ്ങൾ നടക്കുമ്പോൾ ഫ്ലെക്സ് പോരാട്ടത്തിന് ഇന്നും സംസ്ഥാനത്ത് കുറവുണ്ടായില്ല. തിരുവനന്തപുരത്തും കൊല്ലത്തും കോട്ടയത്തും കൊച്ചിയിലും ഫ്ലെക്സുകൾ ഉയർന്നു വന്നു. തിരുവനന്തപുരത്ത് KC വേണുഗോപാലിനെ പിന്തുണച്ച് KPCC ഓഫീസിന് മുന്നിലാണ് ഫ്ലെക്സ് ഉയർന്നത്. വി വാർഡ് KC എന്ന എഴുത്തോടെ കായംകുളം മുൻ മണ്ഡലം പ്രസിഡന്റ് A നൌഷാദ് ഖാനാണ് ഫ്ലെക്സ് സ്ഥാപിച്ചത്. തൃശൂർ നഗരത്തിൽ KC വേണുഗോപാലിന് മാത്രമല്ല VD സതീശന് വേണ്ടിയും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. KC വേണുഗോപാൽ നയിക്കുമെന്നാണ് ഫ്ലെക്സ് ബോർഡിലെ വാചകങ്ങൾ. VD സതീശന്റെ ചിത്രത്തിന് താഴെ അവർ CM എന്നാണ് എഴുതിയിരിക്കുന്നത്. MG റോഡിലും തൃശൂർ ജില്ലാ ആശുപത്രിക്ക് സമീപവുമാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. VD സതീശനായി കൊച്ചി നഗരത്തിലും ഫ്ലെക്സ് ഉയർന്നു. മനസ്സിൽ നന്മയുള്ളവൻ നാട് ഭരിക്കട്ടെ എന്ന കുറിപ്പോടെയാണ് ഫ്ലെക്സ്. എറണാകുളം കച്ചേരിപ്പടിയിലാണ് ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. പട നയിച്ചവൻ നാട് ഭരിക്കട്ടെ എന്ന കുറിപ്പോടെ പറവൂരിലും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. VD സതീശനായി കോട്ടയത്തും ഫ്ലെക്സ് ബോർഡ് ഉയർന്നു. കോട്ടയം പ്രസ് ക്ലബിന് മുമ്പിലായി VD നിലപാടുകളുടെ രാജകുമാരൻ എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ എരുമേലി പമ്പാവാലിയിൽ VD സതീശനായി പ്രവർത്തകർ പന്തംകൊളുത്തി പ്രകടനം നടത്തി. VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രകടനം. മുൻ പഞ്ചായത്ത് മെമ്പർ മാത്യു ജോസഫ് അടക്കമുള്ള ആളുകൾ പ്രകടനത്തിന്റെ ഭാഗമായി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. മാത്യു കുഴൽനാടിനെതിരെ യൂത്ത് ലീഗ്. കണ്ണൂർ ഇരിക്കൂറിൽ യൂത്ത് ലീഗ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു. കുഴൽനാട നിന്റെ കുഴലൂത്ത് ലീഗിനെതിരെ വേണ്ടെന്ന് ഫ്ലെക്സിൽ പറയുന്നു. പട നയിച്ചവർ ഭരിക്കട്ടെ എന്നും ബോർഡിൽ വ്യക്തമാക്കുന്നുണ്ട്. ജനാധിപത്യത്തിൽ ജനവിധി മാനിച്ചേ മതിയാകൂ എന്ന് KV തോമസ്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. UDFൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹനായ ആളാണ് VD സതീശൻ. മറിച്ചാണ് തീരുമാനമെങ്കിൽ ജനങ്ങളിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്നും KV തോമസ് വ്യക്തമാക്കി. അശ്വതി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരളത്തിൽ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്ന ഒരു സാഹചര്യം. UDFൽ ആരാകും മുഖ്യമന്ത്രി എന്ന ചർച്ചകൾ പുരോഗമിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഈ വിഷയങ്ങളൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടി നമുക്കൊപ്പം ചേരുന്നത് പ്രൊഫസർ KV തോമസ് ആണ്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഒരു വിലയിരുത്തുന്നത്? ഒരു ജനാധിപത്യത്തിൽ ജനവിധി മാനിച്ചേ പറ്റും. കഴിഞ്ഞ 10 വർഷക്കാലം ഈ സംസ്ഥാനത്ത് മുന്നോട്ട് നയിച്ചത് പിണറായി വിജയനാണ്. നേട്ടങ്ങളുടെ കാലഘട്ടമാണ്. കോട്ടങ്ങളില്ല എന്ന് ഞാൻ പറയില്ല. അങ്ങനെ ഒരു മാറ്റം ജനങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് നമുക്ക് ഈ മാറ്റത്തെ കണ്ടാൽ മതി. ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നാണോ താങ്കൾ? അങ്ങനെയാണ്? ഭരണവിരുദ്ധ വികാരമില്ല. ഭരണവിരുദ്ധ വികാരം, ഭരണമാറ്റം ആഗ്രഹിച്ചിരുന്നു. ചേഞ്ച്, അത് രണ്ടും രണ്ടാണ്. LDFന് എന്തുകൊണ്ടാണ് ഇതുവരെ ഇതിൻ്റെ ഒരു കാരണം വ്യക്തമായി മനസ്സിലാകാത്ത, അല്ലെങ്കിൽ അത് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയാനായിട്ട് സാധിക്കുന്നത്? അതിൻ്റെ പഠനമില്ല. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് പറയാവുന്ന കാര്യമില്ല. അവർക്ക് അതിൻ്റെ സിസ്റ്റമുണ്ട്. അത് ഗോവിന്ദ മാഷ് പറഞ്ഞുള്ളൂ, താഴെത്തട്ടിൽ മുതൽ ചർച്ച ചെയ്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എങ്ങനെ പരിഹരിക്കണം. ഇതൊരു ജനങ്ങളുമായി ബന്ധമുള്ളൊരു പാർട്ടി, കേഡർ പാർട്ടിയാണല്ലോ. കേഡർ പാർട്ടിയുടെ താഴെത്തട്ട് മുതൽ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയ ഒരു സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ വിമർശനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് അപ്പുറം അദ്ദേഹത്തിൻ്റെ ഭാഷയടക്കം ഇപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭാഷയടക്കം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നാണ് നമ്മുടെ പൊതുജീവിതത്തിൽ വന്ന മാറ്റമാണ്. ഇപ്പോൾ ഞാൻ 50 വർഷം മുമ്പ് കുമ്പളങ്ങി വാർഡ് പ്രസിഡൻ്റായി വന്നയാളാണ്. അന്നൊരു മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്താൽ ഞാൻ തന്നെ വാർത്ത എഴുതിക്കൊണ്ടേ കൊടുക്കുമ്പോൾ ഇതൊന്നും കൊടുക്കണം. ഇന്ന് അതാണോ? ഇന്ന് രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം PR ഏജൻസാണ് ഉള്ളത്. ലക്ഷങ്ങളും കോടികളും കൊടുത്ത് PR ഏജൻസിന് വെച്ച കാര്യങ്ങൾ, PR യുഗമാണിത്. അതുപോലെ മാഷ്, നമ്മൾ എറണാകുളം ജില്ല പരിശോധിച്ച കൊച്ചി LDFൻ്റെ ഒരു ഉറച്ച മണ്ഡലമായിട്ടാണ് കരുതിയിരുന്നത്. പക്ഷേ അവിടെ ഒരു തിരിച്ചടി
അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതും. 10 വർഷക്കാലം മിടുക്കനായ ജനപ്രതിയായിരുന്നു മാക്സ്. അത് ഏറ്റവും വലിയ ഉദാഹരണം ചെല്ലാനമാണ്. കടൽക്ഷോഭം വന്ന് ജനങ്ങളെ ദുരിതമായ ഒരു പ്രദേശം മുഴുവൻ സംരക്ഷിച്ചിരിക്കുന്നു. വ്യാപകമായി വികസനം നടന്നിരിക്കുന്നു. ഇവിടെയാണ് 100 ചില്ലാനം ആളുകളെ ഫോട്ടോ വെച്ച് താമസിപ്പിച്ചത്. ആ മാക്സ് തോറ്റു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ അതാണ് ജനം. ഞാൻ വികസനമാണോ വേണ്ടത്, ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതിൻ്റെ PR വേണ്ടത്. അതുപോലെ ഇപ്പോൾ നടക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആർക്കൊപ്പമാണ് താങ്കളുടെ? ആർക്കും ഒപ്പമല്ല. പക്ഷേ കോൺഗ്രസിന് ചരിത്രവും ഒരു പാരമ്പര്യമുണ്ട്. എണ്ണം മാത്രം നോക്കിയല്ല. അങ്ങനെ എണ്ണം നോക്കിയെങ്കിൽ 2021 സതീശൻ പ്രതിപക്ഷ നേതാവില്ല. അത് ഞാനും കൂടി തന്നെ തൊള്ളാക്കാൻ പറ്റിയില്ല. അത് ഭൂരിപക്ഷം രമേശനായിരുന്നു. പക്ഷെ സതീശന് കൊടുത്തു. അത് ശരിയായി എന്ന് പിന്നീട് കാലം തെളിയിച്ചിട്ടുണ്ട്. നല്ലൊരു പ്രതിപക്ഷ നേതാവ്. കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷത്തിൻ്റെ ഒരു ടീമായി നടത്തിയ ഒരാളുണ്ടല്ലോ. ഇത് എൻ്റെ വിദ്യാർത്ഥിയാണ്. ആ എനിക്ക് അഭിമാനമുണ്ട് സതീശനെ കുറിച്ച്. അങ്ങനെ സതീശന് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നതല്ല. സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഈ VD സതീശനല്ല മറിച്ചൊരു ഓപ്ഷനാണ് ഇപ്പോൾ AICCയിൽ നിന്നൊക്കെ വരുന്ന ഒരു തീരുമാനമെങ്കിൽ എന്തായിരിക്കും ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ? അത് കോൺഗ്രസിന് തന്നെ മനസ്സിലാവില്ലേ എന്താണ് ജനവികാരമൊന്നും. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സതീശനല്ല വരുന്നതെങ്കിൽ ഒരു ബൈ ഇലക്ഷന് പോകണമല്ലോ. ആ ബൈ ഇലക്ഷൻ ജനങ്ങൾ മറുപടി പറയുമല്ലോ. അതുകൊണ്ട് മനസ്സിൽ കണ്ടോളണം. വലിയൊരു വിജയം 102 സീറ്റിലേക്കൊക്കെ UDF വന്നു. താങ്കൾക്ക് UDF വിട്ടതിൽ കോൺഗ്രസ് വിട്ടതല്ലല്ലോ. ഞാൻ അന്നേ പറഞ്ഞു, ഞാൻ അന്നും ഇന്നും ഒരു കോൺഗ്രസ് മൈൻഡാണ്, നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ്. ഞാൻ വിട്ടതല്ല, എന്നെ ചവിട്ടി പുറത്താക്കിയതാണ്. എനിക്ക് 2019 സീറ്റ് നിഷേധിച്ച് എന്നോട് പറഞ്ഞില്ല. എല്ലാവർക്കും സീറ്റ് കൊടുത്തു. ഇപ്പോൾ 73 വയസ്സാണ് അന്ന് എനിക്കുള്ളത്. ഇപ്പോൾ എത്ര വയസ്സുള്ളവരൊക്കെ വരുന്നത്? അപ്പോൾ വയസ്സല്ല ഒരു പ്രശ്നം. അന്ന് അങ്ങനെ പുറത്താക്കിയെന്ന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് വർക്കിംഗ് പ്രസിഡൻ്റാക്കി KPCC, അതിൽ നിന്ന് തന്നെ പുറത്താക്കി. അവസാനം ഞാൻ ഒന്നുമില്ലാതെ അനാഥമായി നിൽക്കുമ്പോഴാണ് എൻ്റെ ദീർഘകാല സുഹൃത്തുക്കളാണ്, രാഷ്ട്രീയ സുഹൃത്തുക്കൾ, യെച്ചൂരിയും ബേബി സഖാവും കുടിയേരിയും അവർ പറഞ്ഞു, മാഷ് ഇവിടെ ഇത്ര നാളുകളായി ഡൽഹിയിലുള്ളൂ, ഇത്രയാണ് ബന്ധമുണ്ട്, എന്തുകൊണ്ട് സംസ്ഥാനത്തിന് വേണ്ടി വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പാർട്ടി ചേരാൻ പറ്റില്ല. അങ്ങനെ ചെയ്തെങ്കിൽ BJP എനിക്ക് പോസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ പറഞ്ഞു വേണ്ട, പാർട്ടി ചേരേണ്ട. പിണറായി വിജയൻ തന്നെ ഉണ്ടോ, തോമസ് മാഷ് പാർട്ടി ചേരാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആ മാന്യത എനിക്ക് എന്നും തന്നിട്ടുണ്ട്. ഞാൻ പിണറായി വിജയനെ കാണുന്നത് കരുണാകരനെ കാണുന്നത്. ഞാൻ ലീഡറായിരുന്നു. പിണറായിക്ക് അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കരുത്തനായ രാഷ്ട്രീയ നേതാവ്, അത് നമുക്ക് വിസ്മരിക്കാൻ പറ്റും. ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഒരു ചിത്രം അതെന്താണ് എന്ന് മനസ്സിലാകും. ആരാകും മുഖ്യമന്ത്രി എന്ന് മനസ്സിലാകും. LDFിൻ്റെ ഒരു മറുപടി ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ക്യാമറാമാൻ ബിവിൻ എസിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. ആരാകും മുഖ്യമന്ത്രി എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. വിശദാംശങ്ങളുമായി അൺഫിൽ ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, ഹൈക്കമാൻഡ് നിരീക്ഷകർ MLA-മാരെ കണ്ടു, ഘടകകക്ഷികൾ അവരുടെ തീരുമാനം അറിയിച്ചു, പ്രവർത്തകർ ഒരു ഭാഗത്ത് ഫ്ലെക്സ് ബോർഡുകളിലൂടെയും അതുപോലെ തന്നെ പ്രകടനങ്ങളിലൂടെയൊക്കെ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് അറിയിക്കുന്നുണ്ട്. 10 വർഷത്തിന് ശേഷം ഉജ്ജ്വല വിജയം നേടിയാണ് UDF അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോഴാണ് ആര് മുഖ്യമന്ത്രി ആകുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ കടുത്ത തീരുമാനവുമായി ഒരു കടുത്ത തർക്കം നിലനിൽക്കുന്നത്. VD സതീശൻ കടുത്ത നിലപാട് സ്വീകരിക്കുന്നു. KC വേണുഗോപാൽ പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ്. ഏറ്റവും അവസാനം ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ രീതിയിലേക്ക് എങ്ങനെ സമവായത്തിലേക്ക് എത്തി ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഹോട്ടൽ താജ് വിവാന്ത. ഹോട്ടൽ താജ് വിവാന്തയിലാണ് ഘടകകക്ഷികളുമായി AICC നിരീക്ഷകർ ചർച്ച നടത്തി. ആ എല്ലാ ഘടകകക്ഷികളുടെ അഭിപ്രായം തേടി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അല്പം മുമ്പാണ് അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഇവിടെ നിന്ന് ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത്. മുസ്ലിം ലീഗ് മുതൽ ഏറ്റവും ഒടുവിൽ CMB ഒറ്റ MLA-മാരുള്ള ഘടകകക്ഷി നേതാക്കൾ വരെ ഇവിടെ എത്തി അവരുമായി അഭിപ്രായമൊക്കെ ആരാഞ്ഞു. അതിനുശേഷം അജയ് മാക്കൻ പറയുന്നത് ഈ ഒറ്റ പേരിൽ എത്താനല്ല. അത് മാധ്യമപ്രവർത്തകരൊക്കെ ചോദിച്ചു, 3 പേരിൽ ആരുടെ പേരിലേക്ക് ഒറ്റ പേരിലേക്ക് എത്തിയോ? അപ്പോൾ ഒറ്റ പേരിലല്ല, ഒറ്റ തീരുമാനത്തിലേക്ക് എത്താനാണ് തങ്ങൾ ഇവിടെ എത്തിയത്. ഈ റിപ്പോർട്ട് MLA-മാരുമായും MP-മാരുമായും മുതിർന്ന നേതാക്കൾ ഘടകകക്ഷി നേതാക്കളുമായി അഭിപ്രായമൊക്കെ ആരാഞ്ഞു കഴിഞ്ഞു. ഇന്ന് രാത്രി തന്നെ റിപ്പോർട്ട് ഹൈക്കമാൻഡ് കൈമാറും, അല്ലെങ്കിൽ നാളെ രാവിലെ റിപ്പോർട്ട് ഹൈക്കമാൻഡ് കൈമാറുമെന്നാണ് AICC നിരീക്ഷകർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഘടകകക്ഷികളുമായി, അതായത് MLA-മാർ രാവിലെ തന്നെ KPCC ആസ്ഥാനത്തെത്തി MLA-മാരുടെ അഭിപ്രായമൊക്കെ ഒറ്റയ്ക്കൊക്കെയാണ്, തനിയാണ് എല്ലാവരുടെ അഭിപ്രായമൊക്കെ ചോദിച്ചത്. അവർക്ക് അവരുടെ അഭിപ്രായങ്ങളെ പറഞ്ഞു. പക്ഷേ എത്ര കണ്ട് സ്വതന്ത്രമായി അല്ലെങ്കിൽ എത്ര കണ്ട് മനസ്സ് തുറന്നവർക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുള്ളത് എന്നതൊരു ചോദ്യം തന്നെയാണ്. കാരണം
അതിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നത് കെ.സി. വേണുഗോപാലാണ്. അപ്പോൾ കെ.സി. വേണുഗോപാൽ ആദ്യമേ തന്നെ അദ്ദേഹത്തിന് അവകാശവാദം കൂടുതൽ MLA-മാർ അദ്ദേഹത്തിനൊപ്പം എന്നാണ്. കാരണം ആ സ്ഥാനാർത്ഥി പട്ടികയിൽ കൂടുതൽ പേരും അദ്ദേഹത്തിനാണ്. പക്ഷേ എങ്കിലും നിലവിൽ ഇത്രയേറെ വലിയ ഭൂരിപക്ഷമൊക്കെ നേടി വിജയിക്കുമ്പോൾ ആ MLA-മാരുടെ മനസ്സ് എത്ര കണ്ട് കെ.സിക്കൊപ്പം നിൽക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. കാരണം വി.ഡി. സതീശൻ വീണ്ടും ഒരു തർക്കത്തിൽ ഇട നൽകാനായി അവരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കെ.സി. വേണുഗോപാലിന് എതിരായി മനസ്സ് തുറന്ന് പറയുകയാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്ക് അതിൽ തിരിച്ചടിയാകുമോ എന്ന് ചില MLA-മാരെങ്കിലും ഭയക്കുന്നുണ്ട്. കാരണം ഹൈക്കമാൻഡുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തങ്ങൾ എത്ര തന്നെ പറഞ്ഞാലും ഒരുപക്ഷെ അത് കെ.സി. വേണുഗോപാൽ എങ്ങനെയാകും അതിനോട് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്, ഇതൊക്കെ ഒരു വിഭാഗം MLA-മാർ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് MLA-മാർ എത്ര കണ്ട് മനസ്സ് തുറന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ്. അതേസമയം ഇപ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിന് ഏറ്റവും അവസാനത്തെ ഒരു ചിത്രം എന്ന് പറയുന്നത് ഘടകകക്ഷികളൊക്കെ ഇതിനെ വ്യക്തമായൊരു സൂചന നൽകി കഴിഞ്ഞു എന്നാണ്. അതിൽ മുസ്ലിം ലീഗാണ് ഏറ്റവും ശക്തമായ നിലപാടെടുത്തിരിക്കുന്നത്. ഏറ്റവും വലിയ ഘടകകക്ഷിയാണ്. അവർ പറയുന്നത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയാൽ മതി എന്ന നിലപാട് അവർ പരസ്യമായി ഇതിനു തങ്ങൾ പറഞ്ഞിരുന്നു. കെ.എം. ഷാജി പരസ്യമായി പറഞ്ഞിരുന്നു. അതേ നിലപാട് തന്നെയാണ് അവർ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്, AICC നിരീക്ഷകരെ അറിയിച്ചിരിക്കുന്നത്. ലീഗ് പറയുന്നത് ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് 2 തവണ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും കെ.സി. വരികയാണെങ്കിൽ. ആ ഉപതെരഞ്ഞെടുപ്പിന് പറ്റിയൊരു അന്തരീക്ഷമല്ല നിലവിൽ. മാത്രമല്ല ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അനാവശ്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ എന്നാണ് മുസ്ലിം ലീഗ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല 5 വർഷം പ്രതിപക്ഷ നേതാവായതുകൊണ്ട് വി.ഡി. സതീശൻ വരട്ടെ എന്നൊരു നിലപാട് മുസ്ലിം ലീഗും വ്യക്തമാക്കി കഴിഞ്ഞു. അതിനുശേഷം ജോസഫ് ഗ്രൂപ്പാണ്. അതിൽ P.J. ജോസഫും സിറ്റിംഗ് MLA-മാർ ആരാണോ ആ സിറ്റിംഗ് MLA-മാരായിട്ടുള്ളവർ അവരിൽ ഒരാളെ തിരഞ്ഞെടുക്കും എന്നൊരു നിലപാടാണ് ജോസഫ് വിഭാഗം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ സിറ്റിംഗ് MLA-മാർ എന്ന് പറയുമ്പോൾ അത് രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ വി.ഡി. സതീശൻ. ഒരിക്കലും അവിടെ കെ.സിയെ P.J. ജോസഫും അനുകൂലിക്കുന്നില്ല. ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ അത് ഒറ്റ പേരിലേക്ക് അവർ പറഞ്ഞിട്ടുമില്ല. സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല എന്ന രീതിയിലാണ് P.J. ജോസഫ് വാദം. കാരണം P.J. ജോസഫിനൊക്കെ വി.ഡി. സതീശനേക്കാൾ കൂടുതൽ താല്പര്യം രമേശ് ചെന്നിത്തലയിലേക്ക് തന്നെയാണ്. അതേസമയം അവർ കെ.സി. വേണുഗോപാലിന് പിന്തുണ നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതിനുശേഷം RSPക്ക് ഒട്ടും തന്നെ ഇവിടെ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിലൊന്നും തന്നെ താല്പര്യമില്ല എന്നവർ ആദ്യമേ അറിയിച്ചു. കാരണം അത്തരത്തിലുള്ള താല്പര്യം പരസ്യമായി തെരുവിലേക്ക് ഈ പ്രതിഷേധം ഇറങ്ങുമ്പോൾ എത്രത്തോളം അവമതിപ്പുണ്ടാക്കുമെന്ന് കോൺഗ്രസ് ആലോചിക്കണമെന്നുള്ള താക്കീത് മുന്നറിയിപ്പൊക്കെ അവർ പലവട്ടം കൊടുത്തു കഴിഞ്ഞു. ഇന്നിപ്പോൾ സംസാരിക്കാൻ വന്നപ്പോഴും ഷിബു ബേബി ജോൺ അതേ നിലപാട് തന്നെയാണ് ഹൈക്കമാൻഡിന് മുന്നിൽ അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെ തെരുവിലിറങ്ങി ഒരു പ്രതിഷേധത്തിന്റെ ഏത് രീതിയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നു? കോൺഗ്രസ് ആ ഒരു രീതിയിൽ കഥപ്പതിക്കരുത് എന്ന രീതിയിൽ ഒരു മുന്നറിയിപ്പ് RSPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. അവരും ഏറെക്കുറെ ഈ സിറ്റിംഗ് MLA-മാർ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ വരട്ടെ എന്ന രീതിയിലുള്ള അഭിപ്രായം തന്നെയാണ് RSP മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഘടകകക്ഷി RSPയിൽ നിന്നും കെ.സി. വേണുഗോപാലിന് പിന്തുണ ലഭിച്ചിട്ടില്ല. ഏറ്റവും ഒറ്റ കക്ഷികളായ CMP ഉൾപ്പെടെയുള്ളവരുമായി അഭിപ്രായം ചോദിച്ചു. CP ജോൺ പറഞ്ഞിരിക്കുന്നത് ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കുമോ ആ തീരുമാനത്തോടൊപ്പം നിൽക്കുമെന്നൊരു നിലപാടാണ് CP ജോണും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഹൈക്കമാൻഡ് തീരുമാനത്തിനാണ് അവിടെ അദ്ദേഹം സ്വതന്ത്രമായി ഒരു കൃത്യമായ ഒരു നിലപാട് CP ജോൺ എടുക്കാൻ പറ്റില്ല. സ്വാഭാവികമായി ഒറ്റ MLA-മാരുള്ള ഘടകകക്ഷികളാണ്. ചെറിയ ഘടകകക്ഷികൾക്ക് ആര് സർക്കാർ രൂപീകരിക്കുമ്പോൾ അവരുടെ ഒപ്പം നിൽക്കുക എന്നൊരു സേഫ് സോണിലേക്കാണ് അവർക്ക് മാറിയിരിക്കുന്നത്. പക്ഷേ വലിയ ഘടകകക്ഷികളൊക്കെ തന്നെ കൃത്യമായി അതിൽ മുസ്ലിം ലീഗ് വളരെ കൃത്യമായും വി.ഡി. സതീശന്റെ പേര് പറഞ്ഞിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം മുതിർന്ന നേതാക്കളിലേക്ക് വരുമ്പോൾ മുതിർന്ന നേതാക്കൾ K. സുധാകരൻ ഇന്ന് രാവിലെ കെ.സിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് കത്ത് നൽകിയത്. അതോടൊപ്പം തന്നെ ഇന്ദിരാഭവനിൽ കെ.സിക്ക് അനുകൂലിച്ചുകൊണ്ട് ഒരു ഫ്ലക്സും ഉച്ചയോടുകൂടി സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ K. സുധാകരൻ മാറ്റി നിർത്തിയ മറ്റു മുതിർന്ന നേതാക്കൾ ആരും തന്നെ കെ.സി വരുന്നതിനോട് യോജിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇന്ന് രാത്രിയോ നാളെയോ അയക്കുന്ന റിപ്പോർട്ടിൽ കെ.സിക്ക് അത്ര നമ്മൾ ഇന്നലെ വരെ റിപ്പോർട്ട് ചെയ്ത രീതിയിലുള്ള ഒരു പിന്തുണ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ വി.ഡി. സതീശനിലേക്ക് തന്നെയാകും എത്തിച്ചേരുക. ശരി, ഹൈക്കമാൻഡ് നിരീക്ഷകർ ഘടകകക്ഷികളുമായി കൂടിക്കാഴ്ച നടത്തി. ലീഗ് അടക്കമുള്ളവർ വി.ഡി. സതീശനെയാണ് പിന്തുണയ്ക്കുന്നത്. MLA-മാരുടെ പിന്തുണയ്ക്കപ്പുറത്തേക്ക് സംസ്ഥാനത്തെ ഒരു പൊതു സാഹചര്യം വിലയിരുത്തി മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെന്നാണ് ലീഗ് അടക്കമുള്ള ഘടകകക്ഷി നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒപ്പം ഇന്ന് രാത്രിയോ നാളെ തന്നെയോ ഹൈക്കമാൻഡ് നിരീക്ഷകർ AICCക്ക് റിപ്പോർട്ട് നൽകും. അതിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച തന്നെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആൻഫിലി ഡിസൂസ. കേരള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുമെന്നാണ് P.J. ജോസഫ് അറിയിച്ചിരിക്കുന്നത്. നേതാക്കളുടെ സാന്നിധ്യം ആവശ്യമുള്ളതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ പിന്തുണയ്ക്കുമെന്ന് അഭിപ്രായം ചോദിച്ചാൽ പറയും. ഇപ്പോൾ അത് പറയുവാൻ കഴിയുകയില്ലെന്നും P.J. ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു. അവർ ചോദിച്ചാലേ പറയും. എന്നാലും ഈ ഇലക്ഷൻ നയിച്ചത് ആരായിരുന്നു എന്നുള്ളൊരു ഘടകകക്ഷി എന്ന നിലയിൽ നിങ്ങൾക്കൊരു ഇതില്ലേ, തീരുമാനമില്ലേ? ഇപ്പൊ പറയാലോ. അഭിപ്രായം ചോദിച്ചോ?
നിരീക്ഷകർ അത്തരത്തിൽ അഭിപ്രായം എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈ യാത്രയുടെ ലക്ഷ്യം പ്രധാനമായിട്ടും വലിയൊരു സ്ട്രൈക്ക് റേറ്റാണ് കേരള കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മന്ത്രിസ്ഥാനം എത്രയായിരിക്കും ചോദിക്കപ്പെടുക? അത് ഉറപ്പിക്കേണ്ടതല്ലേ? അതെല്ലാം രമ്യമായി പരിഹരിക്കാൻ കഴിയും. അല്ല, എന്നാൽ എത്രയാണ് ആഗ്രഹിക്കുന്നത്? ആഗ്രഹം പറഞ്ഞുകൂടെ? അല്ല, 2 മന്ത്രിമാരെ അത് ഇടുക്കിയിൽ നിന്ന് മന്ത്രി ഉണ്ടാവും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ ആദരവോട് സ്വീകരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ UDF-നെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. LDF-ന് ഈ ജനവിധി അവസാനമല്ലെന്നും ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുത്ത് ശക്തമായി തിരിച്ചുവരുമെന്നും പിണറായി വിജയൻ പ്രസ്താവനയിൽ അറിയിച്ചു. LDF സംസ്ഥാന സമിതി യോഗം പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്നു. TK ഗോവിന്ദനെയും V കുഞ്ഞികൃഷ്ണനെയും വർഗവഞ്ചകർ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. വിട്ടുപോകുന്നവർ തിരിച്ചു വരണ്ട എന്നതല്ല പാർട്ടി നിലപാട്. വിട്ടുപോയവർക്ക് തെറ്റ് തിരുത്തി തിരിച്ചുവരാം. തെറ്റ് അംഗീകരിച്ചു തിരുത്തിയ നിരവധി പേർ പാർട്ടിയിലുണ്ടെന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. അതിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല. വർഗവഞ്ചകർ എന്നവിടെ ആളുകൾ പറഞ്ഞിരിക്കുന്നത് പാർട്ടി തീരുമാനത്തെ ലംഘിച്ചുകൊണ്ട് തൊഴിലാളി വർഗ താല്പര്യത്തിനെതിരായ നിലപാടെടുത്തു എന്നുള്ളത് കൊണ്ടാണ് വർഗവഞ്ചകർ എന്ന് പറയുന്നത്. അത് അവിടുത്തെ പാർട്ടി എടുത്തൊരു നിലപാടാണ്. അതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ഞങ്ങളുടെ നിലപാട് അങ്ങനെ വിട്ടുപോകുന്ന ആളുകളെല്ലാം തിരിച്ചു വരണതാണ്. അത് ഇവർക്കെല്ലാം പെടും. അല്ല, തിരിച്ചു വരാൻ കഴിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അസാധാരണ തോൽവിയിൽ അസാധാരണ വിലയിരുത്തലുണ്ടാകുമെന്ന് MA ബേബി. സഖാക്കൾക്ക് പാർട്ടി യോഗങ്ങളിൽ തുറന്നടിച്ച് പ്രതികരിക്കാം. മുൻധാരണകളില്ലാതെ എല്ലാവരെയും കേൾക്കും. പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ച് ഇതുവരെ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. മറ്റു വാർത്തകൾ അടിസ്ഥാനരഹിതം. CPI ഉൾപ്പെടെ എല്ലാ പാർട്ടികൾക്കും അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ കരുത്തുണ്ടാകുമെന്നതിൽ സംശയമില്ല എന്നും MA ബേബി ഡൽഹിയിൽ പറഞ്ഞു. അസാധാരണമായൊരു തോൽവിയാണ് കേരളത്തിൽ പാർട്ടിക്കും LDF-നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അസാധാരണമായ തരത്തിൽ പാർട്ടി ഒന്നടങ്കം ഇതിൻ്റെ കാരണങ്ങൾ എന്തെന്ന് സത്യസന്ധമായും നിർഭയമായും മുൻവിധികളൊന്നും കൂടാതെയും പരിശോധിച്ച് ആ പരിശോധനയിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി തുടങ്ങിയ നേതൃത്വ തലങ്ങളിൽ ചർച്ച ചെയ്തിട്ടാണ് സാധാരണ നിലപാടുകളിലേക്ക് എത്തുക, നിഗമനങ്ങളിലേക്ക് എത്തുക. ഇത്തവണ പാർട്ടി അസാധാരണമായ ഒരു സംഘടനാ പ്രവർത്തന രീതി, ഈ കാരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ, പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള സഖാക്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ, പാർട്ടി സഖാക്കൾ എല്ലാ തലങ്ങളിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ജനങ്ങളിൽ നിന്ന് എല്ലാ തലങ്ങളിലുമുള്ള പാർട്ടി സഖാക്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം ഒരു 1.5 മാസക്കാലം എടുത്ത് ഇത്തരത്തിലൊരു പരിശോധന നടത്താനാണ് ഇന്നലെ തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ PB യോഗം 10-11 തീയതികളിൽ ഡൽഹിയിൽ ചേരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നതയില്ലെന്ന് മാത്യു കുഴൽനാടൻ. ഏറ്റവും നീതിയുക്തവും ജനാധിപത്യപരവുമായ തീരുമാനമുണ്ടാകും. മുസ്ലിം ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ല. ആരും ലക്ഷ്മണരേഖ കടക്കരുതെന്നും പരസ്പര ധാരണയോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. മുസ്ലിം ലീഗിനെ ഈ തെരുവിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരെ രാഷ്ട്രീയ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ, അപ്പോഴൊക്കെ മുസ്ലിം ലീഗിനും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും പ്രതിരോധം തീർത്ത പാർട്ടിയാണ് കോൺഗ്രസ്. രണ്ടുപേരും സഹോദരങ്ങളെ പോലെ അത്ര ഐക്യത്തിലും ഇഴയടുപ്പത്തിലും പോകുന്ന പാർട്ടിയാണ്. അവരെന്തെങ്കിലും ഞാൻ ചെയ്യട്ടെ, മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്ന ആളാകണമെന്ന് കോൺഗ്രസ് പറയുമോ? കേരള കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്ന ആളാകണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം എന്ന് കോൺഗ്രസ് ആരോടും പറയൂ? അല്ലെങ്കിൽ RSPയുടെ നേതാവ് ഇന്ന ആളാകണം, RSPയുടെ മന്ത്രി ഇന്ന ആളാകണം, കേരള കോൺഗ്രസിന് മന്ത്രി ഇന്ന ആളാവുന്നതാണ് നല്ലത്, മുസ്ലിം ലീഗിന് അങ്ങനെ ആരും പറയുമോ? അങ്ങനെ പറഞ്ഞിട്ട് ഡോണ്ട് മേക്ക് കൺഫ്യൂഷൻസ്. അത് ഞാൻ പറയുന്ന ഞാൻ ആശയവിനിമയങ്ങൾ ഒരു UDF ഒരു മുന്നണി സംവിധാനത്തിൽ നടത്തുന്നതിന് നിങ്ങളതിനെ തെറ്റായി വ്യാഖ്യാനിക്കരുത്, തെറ്റായൊരു ചിത്രം കൊടുക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, ഈ വിജയം എന്ന് പറയുന്നത് ആരും മറക്കരുത്. ഇത് പാർട്ടിയുടെ വിജയമാണ്, ഇത് മുന്നണിയുടെ വിജയമാണ്. കാസർഗോഡ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരുടെ ഉജ്ജ്വല വിജയം CPM ഉരുക്കുകോട്ടകളിലെ വൻ വോട്ട് ചോർച്ചയിലൂടെ. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ 6200 പരം CPM വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സന്ദീപിന് ലഭിച്ചു എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. കയ്യൂർ ചീമേനിയിൽ മാത്രം LDF ലീഡിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 2000 വോട്ടിന്റെ കുറവുണ്ടായി.
ചെങ്കോട്ടയായ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സന്ദീപ് വാര്യരുടെ ചരിത്ര വിജയത്തിന് അടിത്തറയായത് മണ്ഡലത്തിലെ CPM ശക്തി കേന്ദ്രങ്ങളായ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത്, നീലേശ്വര നഗരസഭ, ചെറുവത്തൂർ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലുണ്ടായ വോട്ട് ചോർച്ചയെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. നീലേശ്വര നഗരസഭയിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് 1800 വോട്ടുകളുടെ ലീഡ് ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ഈ വോട്ടുകൾ CPM-ൽ നിന്ന് UDF-ലേക്ക് മറിയുകയും കൂടാതെ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർക്ക് നീലേശ്വര നഗരസഭയിൽ 179 വോട്ടുകളുടെ ലീഡ് ലഭിക്കുകയും ചെയ്തു. ചുവന്ന മണ്ണായ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിൽ CPM-ന് 2021 8000-ൽ പരം വോട്ടുകളുടെ ലീഡ് ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ LDF സ്ഥാനാർത്ഥിയായ ഡോക്ടർ VPP മുസ്തഫക്ക് ലഭിച്ചത് 6219 വോട്ടിന്റെ ലീഡ്. ചെങ്കോട്ടയായ കയ്യൂരിൽ സന്ദീപ് വാര്യർക്ക് 2000-ഓളം അടിയുറച്ച CPM വോട്ടുകൾ ലഭിച്ചുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. CPM-ന് സമ്പൂർണ്ണ ആധിപത്യമുള്ള പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലും വോട്ടുകൾ സന്ദീപിന് ലഭിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ CPM-ന് 9000-ൽ പരം വോട്ടുകൾ അധികമായി കിട്ടിയിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM വോട്ട് ലീഡ് 7656 കുറഞ്ഞു. CPM-ന്റെ ഉറച്ച 1800 വോട്ടുകൾ പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചുവെന്നാണ് UDF നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. CPM ശക്തി കേന്ദ്രമായി നിലകൊള്ളുന്ന ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന് UDF-നേക്കാൾ 1300 വോട്ടുകൾ അധികമായി ലഭിച്ചിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം പരിശോധിക്കുമ്പോൾ CPM-ന് ചെറുവത്തൂരിൽ 400 വോട്ടുകളുടെ കുറവുണ്ടായി. കനത്ത പോരാട്ടത്തിനിടയിൽ ഇതും സന്ദീപിന് അനുകൂലമായി മാറി. അതേസമയം UDF ശക്തി കേന്ദ്രങ്ങളായ ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തുകളിൽ UDF വോട്ടുകൾ നേതൃത്വം പ്രതീക്ഷിച്ച നിലയിൽ ലഭിക്കുകയും ചെയ്തു. അമൃത ന്യൂസ്, കാസർഗോഡ്. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർ പുഴയോരത്തെ കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടിയുമായി റവന്യൂ വകുപ്പ്. കോടതി ഉത്തരവിനെ തുടർന്ന് പുഴയുടെ തീരത്തുള്ള 88 അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന നടപടികൾ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ പന്നിയാർ പുഴയോരത്തെ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നത്. വർഷങ്ങളായി തുടരുന്ന നിയമ നടപടികൾക്കൊടുവിലാണ് പുറമ്പോക്ക് ഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ കോടതി ഉത്തരവിട്ടത്. 2 വർഷം മുൻപ് റവന്യൂ വകുപ്പ് പൂട്ടി സീൽ ചെയ്ത കെട്ടിടങ്ങൾ ആദ്യം പൊളിച്ചു തുടങ്ങി. പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നിർമ്മിച്ച ആരാധനാലയങ്ങളും ഇതോടൊപ്പം പൊളിച്ചു മാറ്റി. ഈ പ്രദേശത്ത് 29 കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത്. ഇവർക്ക് വീടൊഴിയാൻ റവന്യൂ വകുപ്പ് നേരത്തെ തന്നെ മതിയായ സമരം അനുവദിച്ചിരുന്നു. എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും പലരും വീടൊഴിയാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് റവന്യൂ അധികൃതർ JCB ഉൾപ്പെടെയുള്ള യന്ത്രസാമഗ്രികളുമായി നേരിട്ടെത്തിയത്. ഒരു പുഴയോരത്ത് നമ്മൾ ഇതിനെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആസ്പെക്റ്റിലാണ് ആദ്യം കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ദുരന്ത സാധ്യത മുന്നിൽ കണ്ട് ഈ നടപടി സ്വീകരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഒന്നാമത് കോടതികളുടെ കൃത്യമായ നിർദ്ദേശമുണ്ട്. അതിന്റെ സമയപരിധി അവസാനിച്ചതാണ്. അതുകൊണ്ട് ഇത് ഇത്രയും പെട്ടെന്ന് ഇത് പൂർത്തിയാക്കേണ്ടതുണ്ട്. റവന്യൂ വകുപ്പിന്റെ നടപടി കർശനമായതോടെ താമസക്കാർ തങ്ങളുടെ വീട്ടുപകരണങ്ങളും മറ്റും സ്വമേധയാ എടുത്തുമാറ്റി വീടൊഴിയാൻ ആരംഭിച്ചു. പലരും കണ്ണീരോടെയാണ് തങ്ങൾ വർഷങ്ങളായി താമസിച്ചിരുന്ന ഇടം വിട്ടുപോയത്. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിലും ഒഴിപ്പിക്കൽ നടപടികൾ തുടരുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, ഇടുക്കി. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ തൃശൂർ സന്ദർശനത്തിനോടനുബന്ധിച്ച് അയ്യന്തൂൾ പഞ്ചിക്കൽ ബ്രഹ്മസ്ഥാനത്ത് പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു. ചടങ്ങിൽ ബ്രഹ്മചാരിണി ധീരാമൃത ചൈതന്യ, ബ്രഹ്മചാരി ശ്രീജേഷ്, ബ്രഹ്മചാരി കൃഷ്ണപ്രസാദ്, വിവിധ ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിന് നേതൃത്വം നൽകുവാനാണ് അമ്മ എത്തുക. ജൂൺ 3, 4 തീയതികളിലായിരിക്കും അമ്മയുടെ സന്ദർശനമുണ്ടാവുക. സന്ദർശനത്തിന് മുന്നോടിയായി വലിയ ഒരുക്കങ്ങളാണ് ബ്രഹ്മസ്ഥാനത്ത് സജ്ജമാക്കുന്നത്.
ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പുതിയ സർക്കാർ ശക്തമായ അന്വേഷണം നടത്തണമെന്ന് പന്തളം കൊട്ടാരം പ്രതിനിധി PN നാരായണവർമ്മ. വേണ്ടിവന്നാൽ CBI അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കണം. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് UDF അധികാരത്തിലേക്ക് എത്തിയത്. യുവതീ പ്രവേശന കാലത്തെ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും നാരായണവർമ്മ ആവശ്യപ്പെട്ടു. അതിനെക്കുറിച്ചൊക്കെ ചീഫ് ജസ്റ്റിസിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിരീക്ഷിക്കുന്നവർക്കറിയാം അത് ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഞാനും അതിലൊരു കക്ഷിയാണ്. അപ്പോൾ എനിക്ക് സുപ്രീം കോടതിയിൽ അതിൻ്റെ കാര്യങ്ങൾ പറയാൻ കാരണം അയ്യപ്പ സേവാ സമാജവും അതിലൊരു കക്ഷിയാണ്. അതുകൂടാതെ പന്തളം കൊട്ടാരവും അതിനുവേണ്ടിയും ഞാൻ അതിൽ കക്ഷിയാണ്. എന്നാൽ നല്ല രീതിയിൽ അത് പോകുന്നുണ്ട്. പിന്നെ പുതിയ സർക്കാർ അന്ന് ഇലക്ഷൻ സമയത്ത് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം വിശ്വാസികൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം സുപ്രീം കോടതിയിൽ തന്നെ അവർ ഇനിയിപ്പോൾ അതിന് സമയം കിട്ടുമോ എന്നറിയില്ല, എങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. കൂടാതെ നമ്മുടെ ആ കാലഘട്ടത്ത് നമ്മുടെ വിശ്വാസി സമൂഹത്തിൻ്റെ മേളിൽ എടുത്തിട്ടുള്ള കേസുകളെല്ലാം അടിയന്തരമായി പിൻവലിക്കണം എന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിറകെ ആരംഭിച്ച സംഘർഷം രൂക്ഷമാകുന്നു. BJP നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിനെ വെടിവെച്ച് കൊന്നു. തൃണമൂൽ നേതാക്കളുടെ അറിവോടെ നടന്ന ആസൂത്രിത കൊലപാതകമാണെന്നും CBI അന്വേഷണം വേണമെന്നും BJP. അതേസമയം പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിറകെ ബംഗാളിൽ സംഘർഷം രൂക്ഷമാവുകയാണ്. കൊൽക്കത്തയ്ക്ക് സമീപം മധ്യഗ്രാമിൽ BJP നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിനെ വെടിവെച്ചു കൊന്നു. ബൈക്കിലെത്തിയ ആക്രമികൾ കാർ തടഞ്ഞു നിർത്തിയാണ് ചന്ദ്രനാഥ് രഥിനെ വെടിവെച്ചു വീഴ്ത്തിയത്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ആസൂത്രിത കൊലപാതകമാണിതെന്നും CBI അന്വേഷണം വേണമെന്നും BJPയും ചന്ദ്രനാഥ് രഥിന്റെ കുടുംബവും ആവശ്യപ്പെട്ടു. 15 വർഷത്തെ ജംഗിൾ രാജിന്റെ ഫലമാണിതെന്നും BJP സർക്കാർ ഗുണ്ടകളെ ഇല്ലാതാക്കുമെന്നും സുവേന്ദു അധികാരി പറഞ്ഞു. 2-3 दिन रेकी करके फुल्ली प्री प्लान्ड मर्डर, पुलिस ने इन्वेस्टिगेशन चालू किया, स्टेट का सीनियर पुलिस ऑफिसर है। हम लोग बहुत पेनफुल हार्ट में ये जो मर्मांतिक हादसा हुआ इसका निंदा करने का कोई भाषा हम लोग का पास नहीं है. ബഷീർഹാട്ട് മേഖലയിൽ മറ്റൊരു BJP പ്രവർത്തകനും വെടിയേറ്റു. രോഹിത് റോയ് എന്ന യുവാവിനാണ് വെടിയേറ്റത്. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണ് ആക്രമിച്ചതെന്നാണ് ആരോപണം. അതേസമയം പരാജയം നേരിട്ടെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന വാശിയിലാണ് മമതാ ബാനർജി. ഗവർണർ ഇടപെട്ട് നടപടി സ്വീകരിച്ചേക്കും. ബംഗാളിൽ പുതിയ സർക്കാർ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്ന് BJP വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഉത്തർപ്രദേശിൽ വൻ ഭീകരാക്രമണ പദ്ധതി തകർത്ത് സുരക്ഷാ സേന. പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അക്രമം നടത്താൻ പദ്ധതിയിട്ട 2 ഭീകരരെ അറസ്റ്റ് ചെയ്തു. ഭീകരർ IS-മായി ബന്ധപ്പെട്ട് പണവും ആയുധവും എത്തിക്കാൻ ശ്രമിച്ചതിനും തെളിവുകൾ കണ്ടെത്തി. ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിലും അക്രമം നടത്താൻ പദ്ധതിയിട്ട 2 ഭീകരരെ സുരക്ഷാസേന പിടികൂടി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ UP ഭീകരവിരുദ്ധ സ്ക്വാഡ് നടത്തിയ ഓപ്പറേഷനിലാണ് പാകിസ്ഥാൻ ചാർ സംഘടന IS-യുമായി ബന്ധമുള്ള 2 പേർ പിടിയിലായത്. ബരാബംഗ് സ്വദേശി ഡാനിയൽ അഷ്റഫ്, കുശിനഗർ ജില്ലയിൽ നിന്നുള്ള കൃഷ്ണ മിശ്ര എന്നിവരെ അറസ്റ്റ് ചെയ്തെന്നും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഭീകരാക്രമണത്തിനായി പണവും ആയുധവും സമാഹരിക്കാൻ ശ്രമിച്ചതിന് തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഭീകരരായ ഷഹസാദ് ഭട്ട്, ആബിദ് ജാട്ട് എന്നിവരുമായി പിടിയിലായ ഭീകരർ ആശയവിനിമയം നടത്തിയതിന്റെ വിവരങ്ങളും പോലീസിന് ലഭിച്ചു. പാകിസ്ഥാൻ ചാർ സംഘടനയ്ക്ക് വേണ്ടി ഇവർ കൂടുതൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഭീകരർ ഉപയോഗിച്ച ഫോണും ഡിജിറ്റൽ ഉപകരണങ്ങളും സമൂഹ മാധ്യമങ്ങളിലെ അക്കൗണ്ടും വിശദമായി പരിശോധിച്ചു വരികയാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി TVK, CPM, CPI ഓഫീസുകളുമായി TVK പ്രതിനിധികൾ ബന്ധപ്പെട്ടു. പിന്തുണ തേടി നേരിട്ട് കത്ത് നൽകിയെന്നാണ് റിപ്പോർട്ട്. മന്ത്രിപദവികൾ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഗവർണർ നിലപാട് കടുപ്പിച്ചതോടെയാണ് TVK സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ വേഗത്തിലാക്കിയത്. നേരത്തെ TVK അധ്യക്ഷൻ വിജയ് വീണ്ടും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ വിജയ്ക്ക് ഭൂരിപക്ഷമില്ലെന്ന് ലോക് ഭവൻ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. അതിനിടെ AIADMK സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടങ്ങുന്നത് റിപ്പോർട്ടുണ്ട്. എടപ്പാടി പളനിസ്വാമി ലോക് ഭവനിലേക്ക് വൈകിട്ട് ഗവർണറെ കാണും. മുതിർന്ന DMK നേതാവ് ഇന്ന് രജനികാന്തിനെ പയസ് ഗാർഡനിലെ വീട്ടിലെത്തി സന്ദർശിച്ചു. ഇന്നലെ രജനി സ്റ്റാലിനെ കണ്ടിരുന്നു.
സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് ഉറച്ച തീരുമാനമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ അവസാനിപ്പിച്ചാൽ മാത്രമായിരിക്കും കരാറിനെക്കുറിച്ച് പുനരാലോചിക്കുക എന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യമാണെന്ന് ലോകത്തിന് മുമ്പിൽ തുറന്നുകാട്ടാൻ ഇന്ത്യക്ക് സാധിച്ചു. ഭീകരവാദത്തിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുമെന്നും രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. So our position on Indus Waters Treaty has been consistent. IWT, as I had said earlier as well, it stands in abeyance in response to Pakistan's sponsorship of cross-border terrorism. Pakistan must credibly and irrevocably abjure its support for cross-border terrorism.